മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് തലപ്പത്ത് അതിതീവ്രമായ ശ്രമങ്ങൾ തുടരുന്നു. ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. വി.ഡി. സതീശൻ കൊച്ചിയിൽ, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുന്നു. ഫ്ലെക്സ് യുദ്ധത്തിന് താൽക്കാലിക ശമനം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് കെ മുരളീധരൻ. കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങളടക്കം ചർച്ച ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ. ഡൽഹിയിൽ തുടരുന്നു യോഗം. പ്രതിപക്ഷ നേതാവാരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത. ജോസ് കെ മാണിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ച് അപ്പു ജോൺ ജോസഫ്. മാണി സാറിന്റെ പാർട്ടി മടങ്ങി വരണം. കർഷക വിഷയങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയാൽ എതിർക്കാൻ പ്രതിപക്ഷത്തെ MLA ഇല്ല. ചെയർമാൻ വാതിലടയ്ക്കും വരെ തുറന്നു കിടക്കും. ധൂർത്തപുത്രൻ എന്ന പരാമർശം ജോസിനെ വിഷമിപ്പിച്ചെങ്കിൽ പിൻവലിക്കുന്നുവെന്നും അപ്പു ജോൺ ജോസഫ്. ഭീകരാക്രമണ മുന്നറിയിപ്പ്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് പാക് ഭീകര ശൃംഖല ഷഹ്സാദ് ഭട്ടി പദ്ധതിയിട്ടെന്ന് രഹസ്യ വിവരം. ലക്ഷ്യമിടുന്നത് BJP ആസ്ഥാന മന്ദിരവും ലൂട്ടൻസിലെ സർക്കാർ കെട്ടിടങ്ങളും. ഓൾഡ് ഡൽഹിയിലെ ക്ഷേത്രങ്ങൾക്കും ഭീഷണി. ചാന്ദിനി ചൗക്കിലെ തിരക്കേറിയ സ്ഥലങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് കൈപ്പടമുകൾ സ്വദേശി അബു. പോത്ത് വെട്ടിയത് ഇന്നലെ വൈകിട്ട് കൃഷിസ്ഥലത്ത് നിന്നും ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ. ആശങ്ക വർദ്ധിപ്പിച്ച് കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപം റോഡ് വിണ്ടുകീറി. വിള്ളൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം. വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബ് കല്ലട്ര പിടിയിൽ. അറസ്റ്റ് ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്നും. ഇന്നു തന്നെ കൊച്ചിയിലെത്തിക്കും. കഴിഞ്ഞ ദിവസം നജീബിന്റെ ഭാര്യ റഷീദയും അറസ്റ്റ് ചെയ്തിരുന്നു.